പ്രണയകാലം പാർട്ട് 7. ഇത് ഇവിടത്തെ ആൾ തന്നെയാണ് കല്ലുമോളെ, നീ ഇങ്ങ് കയറിപ്പോരെ. ഷാഫിക്ക് അത്രയും പറഞ്ഞുകൊണ്ട് ഉള്ളിലോട്ട് പോയി. കല്ലു പിന്നെയും നോക്കിയപ്പോൾ ആൾ മൊബൈലിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. വാതിലിൽ നിന്ന് ഒരടി മാറിയിട്ടില്ല. അതേ. കല്ലു ആളെ ഒന്ന് വിളിച്ചു നോക്കി. അകത്തേക്കൊന്ന് കയറാൻ. എവിടെ, നോക്കുന്നു പോലുമില്ല. പതിയെ ചെരിഞ്ഞ് ഉള്ളിലേക്ക് വലിഞ്ഞു കയറാൻ നോക്കി. ഒരുവിധം അപ്പുറം കടക്കാനായപ്പോൾ ആൾ കുറുകെ കൈവച്ചു. പേടിയോടെ കല്ലു ആ മുഖത്തേക്കൊന്ന് നോക്കി. പ്രത്യേകിച്ച് ഒരു ഭാവവും ഇല്ലാതെ നോക്കി നിൽക്കുകയാണ്. 10 മിനിറ്റ് ലേറ്റാണല്ലോ കല്യാണി. ഇങ്ങനെ ദിവസവും ലേറ്റായാൽ മണിക്കൂർ കണക്കാക്കി മാസാവസാനം സാലറി കുറക്കും കേട്ടോ, അമീർ വാച്ചിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മുഖം മാറി. പതിയെ കല്ലു തല താഴ്ത്തി. തല താഴ്ത്തി നിന്നിട്ടെന്താ കല്യാണി, ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിക്കണ്ടേ? അമീർ പിന്നെയും ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. അവൻ മുഖം അല്പം കൂടെ താഴ്ത്തി കല്ലുവിൻ്റെ മുഖത്തേക്ക് നോക്കി. പറയടോ, ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണ്ടേ കല്യാണി? അമീർ ചോദ്യം ആവർത്തിച്ചു. കല്ലു മുഖമുയർത്തി വേഗത്തിൽ തലയാട്ടി. ഇനി ആവർത്തിക്കരുത്, എന്നാ ചെല്ല്. അവൻ്റെ കൈകൾ അയഞ്ഞു. കല്ലു ഉള്ളിലേക്ക് കയറി. ഇജെന്താ പെണ്ണെ ഇന്നും വൈകിയേ? ബീവിയുമ്മ കല്ലുവിനെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല, അവൾ കയ്യിലെ ചായ അവരുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒരിറക്കു കുടിച്ച ശേഷം ബീവിയുമ്മ അവളെ പിന്നെയും നോക്കി. എന്താ എനക്കൊരു സങ്കടം പോലെ? ഹാജറ വഴക്ക് പറഞ്ഞോ? ഇല്ല. ആരെ പിന്നെ വഴക്ക് പറഞ്ഞേ? ആരെ ബീവിയുമ്മ? പുതിയൊരാൾ. ആര്? നമ്മുടെ അമീർ മോനോ? ഓ, എൻ്റെ പേരക്കുട്ടിയല്ലേ, എൻ്റെ അൽത്താഫിൻ്റെ മോൻ. നമ്മൾ പറഞ്ഞിട്ടില്ലേ അവന് ദുബായിലാണെന്ന്. ബീവിയുമ്മക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. അതിലെ 2ാമത്തെ മകൻ്റെ മോനാണ് അമീർ. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് പേരക്കുട്ടിയെ പറ്റി. ദുബായിൽ ഡോക്ടറാണെന്നും മറ്റും. ഓൻ്റെ കയ്യിൽ പോയി പെട്ടോ പെണ്ണെ നീ? ബീവിയുമ്മ ചിരിയോടെ ചോദിച്ചു. ആ, വന്നു കയറിയത് തന്നെ നിങ്ങളുടെ അമീർ മോൻ്റെ വായിലേക്കാണ്. അങ്ങനെ ഒരാളുടെ കുറവ് കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ പറയണ പോലെ അത്ര പാവമൊന്നുമില്ല നിങ്ങളുടെ അമീർ മോൻ. കല്ലു ചുണ്ടു കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ആ, അതെനിക്ക് അസൂയ കൊണ്ട് പറയുന്നതാ. എൻ്റെ കുഞ്ഞിൻ്റെ അത്ര മൊഞ്ചും എളിമയും സ്വഭാവശുദ്ധിയൊന്നുമുള്ള ഒരാളും ഇപ്പോഴത്തെ കാലത്ത് ഇല്ലടി പെണ്ണെ. ആ, അറക്കലെ ബീവിക്ക് തിമരം കൂടിയത് കൊണ്ടത്, അതോ കണ്ണ് പറ്റടിച്ചു പോയോ? കല്ലു ചിരിയോടെ പറഞ്ഞു. അതെന്താ ഇജ അങ്ങനെ പറഞ്ഞേ? അല്ല, നിങ്ങളുടെ അമീർ മോൻ മൊഞ്ചനാണെന്ന് പറഞ്ഞതുകൊണ്ട്. കല്ലു ഇടം കണ്ണിട്ട് അവരെ ഒന്ന് നോക്കി. സ്വഭാവശുദ്ധിയും എളിമയും പറയുകയും വേണ്ട, വന്നു കയറിയപ്പോൾ തന്നെ എൻ്റെ കഞ്ഞിയിൽ പാറ്റിടാനാ നോക്കുന്നേ. കല്ലു അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയത് അമീറിൻ്റെ മുഖത്തേക്കാണ്. കല്ലു നിന്ന നിൽപ്പിൽ ഉരുകിപ്പോയി. അമീർ അടുത്തേക്ക് വരുന്നത് കണ്ട് കല്ലു 2 അടി മാറി ടേബിളിലേക്ക് ചാരി നിന്നു. ഉമ്മുമാക്ക് വേണ്ട മരുന്ന് കൊടുത്തോ? അവൻ ബീവിയുമ്മയുടെ കട്ടിലിന് അരികിലേക്ക് ഒരു കസേര വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഇല്ല, കൊടുക്കാൻ പോവാണ്. കയ്യിലിരിക്കുന്ന മരുന്നുകൾ ഓരോന്നായി ശ്രദ്ധാപൂർവം അമീർ മാറി മാറി നോക്കുന്നുണ്ട്. അതെന്താ കൊടുക്കാത്തത്? സമയം കുറേ ആയല്ലോ. അല്പം ഗൗരവത്തിൽ അവൻ കല്ലുവിനെ നോക്കി. ഇപ്പോൾ കൊടുക്കാം. അവൾ വേഗത്തിൽ മരുന്ന് ഓരോന്നെടുത്ത് ബീവിയുമ്മാക്ക് കൊടുത്തു തുടങ്ങി. അരികിലിരിക്കുന്ന അമീറിലേക്ക് കല്ലുവിൻ്റെ കണ്ണുകൾ അറിയാതെ തെന്നിക്കൊണ്ടിരുന്നു. തൻ്റെ മുടിയിഴ അനങ്ങുന്നത് പോലും അവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കല്ലുവിന് തോന്നിപ്പോയി. ആകെ സ്വാതന്ത്ര്യം കിട്ടിയിരുന്ന കുറച്ച് നിമിഷങ്ങളാണ് ബീവിയുമ്മയുടെ അരികെ. അതുപോലും അപഹരിക്കാൻ വന്നവനെ പോലെ തോന്നി അവൾക്ക് ആ നിമിഷം അമീറിനെ. പക്ഷേ അന്നേരം ഇതുവരെ കാണാത്ത വസന്തം തനിക്കായി സമ്മാനിക്കാൻ വന്നവനാണ് അമീർ എന്ന് കല്ലു തിരിച്ചറിഞ്ഞില്ല. അവൾക്ക് പടർന്നു കയറാൻ വേണ്ട വെള്ളവും വെളിച്ചവും പകരാൻ രക്തം വരെ ഊറ്റിക്കൊടുക്കാൻ കെൽപ്പുള്ളവനാണ് മുന്നിലിരിക്കുന്നതെന്നും കല്ലു തിരിച്ചറിഞ്ഞില്ല. തിരികെ കല്ലു ആ മുറി വിട്ട് ഇറങ്ങുമ്പോൾ ബീവിയുമ്മയും പേരക്കുട്ടിയും ഓരോ തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. കല്ലുവിൽ ഒരു കുഞ്ഞു കുശുമ്പ് മുട്ടിട്ടു. എൻ്റേത് മാത്രമായിരുന്നില്ലേ ബീവിയുമ്മ? എന്നിട്ടിപ്പോൾ ആ സ്നേഹം പങ്കുപറ്റാനും ഒരാൾ വന്നിരിക്കുന്നു. കല്ലുവിന് വല്ലാത്ത സങ്കടം തോന്നി. അടുക്കളയിലേക്ക് കടക്കുമ്പോൾ മുന്തസ്ത എന്തോ ചിന്തയിലാണ്. മനസ്സിനെ അലട്ടുന്നത് എന്തെന്ന് കല്ലുവിന് ഇപ്പോൾ ഒരു ഊഹമുണ്ട്. ഉമ്മയും ഉപ്പയും വന്ന് മടങ്ങിയതിൽ പിന്നെ ഇത്ത ശരിക്കൊന്ന് ചിരിച്ച് കല്ലു കണ്ടിട്ടില്ല. ഇത്ത, അരികെ ചെന്ന് പതിയെ വിളിച്ചു. ആളൊന്ന് ഞെട്ടി തിരിഞ്ഞു എന്നെ നോക്കി. കല്ലു, നീ എപ്പോൾ വന്നു? കുറച്ചു നേരമായി ഇത്ത. അവൾ പതിയെ മുന്തസിന് അരികിലായിരുന്നു. ഉപ്പയും ഉമ്മയും പിന്നെ വിളിച്ചായിരുന്നോ? കല്ലു മടിച്ചു മടിച്ചു ചോദിച്ചു. വിളിച്ചിരുന്നു. അവൾക്ക് ഇതൊക്കെ കണ്ടും കേട്ടും നല്ല ശീലമാണ്. എത്ര കേട്ടാലും കണ്ടാലും പരാതിയുമില്ല. എൻ്റെ മോൾക്ക് അവിടെ സുഖമല്ലേ എന്ന് ചോദിക്കും. അത്ര മതി അവർക്ക് സന്തോഷിക്കാൻ. പക്ഷെ കല്ലു, എനിക്ക് നാളെ ഇതുവരെ ഇവിടെ നിന്ന് അങ്ങനെ ഒരു സന്തോഷവും കിട്ടിയിട്ടില്ല. പുറത്ത് നിന്ന് കാണുന്നവർ പറയുമായിരിക്കും എനിക്ക് ഇവിടെ എന്തിൻ്റെ കുറവാണെന്ന്. ഇത്രയും വലിയ തറവാട്ടിലേക്ക് ഒരു കൂലിപ്പണിക്കാരൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുന്നില്ലേ എന്ന് പറയുന്നവരും ഉണ്ടാകും.
ശരിക്കും ഇവിടെയുള്ളവർ എന്നെ വിലക്ക് വാങ്ങിയതാണോ എന്നാണ് എൻ്റെ സംശയം. മുന്തസ് പെട്ടെന്ന് നിശബ്ദയായി. കല്ലു, ഷാഫിക്കയിൽ നിന്നും ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്നതെല്ലാം ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രം ഭാര്യയും ഭർത്താവുമാകുമോ? ഇടയ്ക്കൊക്കെ ഇരുന്ന് എന്തെങ്കിലും എന്നോട് സംസാരിച്ചൂടെ? നിനക്ക് വെയ്യെന്ന് ഒരിക്കലെങ്കിലും എന്നോട് ചോദിച്ചൂടെ? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞുകൂടെ? കുഞ്ഞുണ്ടാകാൻ പോകുന്ന വാർത്ത കേട്ടിട്ടെങ്കിലും അദ്ദേഹം എൻ്റെ അടുത്ത് വരുമെന്ന് കരുതി. എന്നെ സ്നേഹത്തോടെ ഒന്ന് തലോടുമെന്ന് കരുതി. ഒന്നും ഉണ്ടായില്ല. അപ്പോഴും അദ്ദേഹം ഉമ്മയോട് സന്തോഷം പങ്കിടുന്ന തിരക്കിലായിരുന്നു. ഉമ്മയെ സ്നേഹിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരിത്തിരി പരിഗണന എനിക്കും കൂടെ തന്നൂടെ? മുന്തസ് ഇരുന്ന് തേങ്ങി. കല്ലു അവളെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു. കരയാതെ എത്താ, അവൾ മുന്തസിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അന്ന് അടുക്കളയിൽ എന്തോ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് കല്ലു. അന്നേരമാണ് അമീർ അകത്തേക്ക് വന്നത്. ആളൊന്നും മിണ്ടാതെ ഒരു പ്ലേറ്റിലേക്ക് ചോറും കറികളും വിളമ്പിയെടുക്കുകയാണ്. കല്ലുവിന് ആകെ പേടി തോന്നി. ഹാജറുമ്മ വന്ന് കണ്ടാൽ ചിലപ്പോൾ വഴക്ക് കേൾക്കും. ഷാഫിക്കയൊക്കെ അടുക്കള കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. ഞാൻ എടുത്തു തരാം, കല്ലു പെട്ടെന്ന് പറഞ്ഞു. എന്ത്? അമീർ അവളെ നോക്കാതെ തന്നെ ചോദിച്ചു. അല്ല, ഭക്ഷണം ഞാൻ വിളമ്പിക്കൊടുന്ന് തരാം, കൈ കഴുകിയിരുന്നോളൂ. വാരി തരുമോ? അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവളൊന്ന് പകച്ചുപോയി. കേട്ടില്ലേ കല്യാണി, വാരി തരുമോ എന്ന്. അവൻ അവളെ തിരിഞ്ഞു നോക്കി. അവൾ ഇതെന്ത് ജീവി എന്ന പോലെ അവനെ തന്നെ നോക്കുകയായിരുന്നു. പറയടോ. അമീർ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇല്ല. പെട്ടെന്ന് തന്നെ കല്ലുവിൻ്റെ മറുപടിയും കിട്ടി. അതെന്താ കല്യാണി വാരി തരാത്തത്? എനിക്ക് മൊഞ്ച് കുറവായിട്ടാണോ? അതോ വരുന്ന വരവിൽ നിന്റെ കഞ്ഞിയിൽ പാറ്റയിടാൻ നോക്കിയത് കൊണ്ടാണോ? അമീർ അവളെ ഒന്ന് പാളി നോക്കി. നിന്ന് വിയർക്കുകയാണ് കല്ലു. അത് ഞാൻ ബീവിയുമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ ചുമ്മാ പറഞ്ഞതാ. കല്ലു വാക്കുകൾക്ക് വിക്കി. അപ്പോൾ ഞാൻ സുന്ദരനാണോ? അമീർ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കല്ലു പെട്ടെന്ന് മുഖം താഴ്ത്തി കളഞ്ഞു. അവൻ പതിയെ പ്ലേറ്റുമായി അടുക്കളയിൽ നിന്നും ഇറങ്ങി. കല്ലു ഒരു ദീർഘനിശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ആദ്യമായി അറക്കലെ വീടിൻ്റെ അകത്തളത്തിൽ കല്ലുവിന് ശ്വാസം മുട്ടിത്തുടങ്ങി. എത്രയൊക്കെ ഹാജറുമ്മ വഴക്ക് പറഞ്ഞാലും ബീവിയുമ്മയുടെ തണൽ മതിയായിരുന്നു അവളുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം മാറാൻ. ഇതിപ്പോൾ എന്നെ അധികം കവനിക്കുന്നില്ലെങ്കിൽ പോലും അമീറിൻ്റെ സാമീപ്യം എന്തോ ഒരു തരം മടുപ്പുണ്ടാക്കുന്നുണ്ട് അവളിൽ. സാധാരണ വാചാലയായി താനിരുന്നിരുന്ന മുറിയിൽ ഇപ്പോൾ ശ്വാസം അടക്കിയിരിക്കേണ്ടി വരുന്നു. അന്ന് പതിവ് പോലെ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ബീവിയുമ്മയുടെ അരികിൽ അമീർ ഉണ്ട്. സമയമായപ്പോൾ ഇത്തയോട് പറഞ്ഞിറങ്ങി. ഉമ്മയോട് ചെറിയൊരു പിണക്കലുവിൻ്റെ ഉള്ളിൽ തളിർത്തു. എന്നെ ഇപ്പോൾ ഒട്ടും വേണ്ട, അല്ലെങ്കിൽ തന്നെ ഞാനാരാ? ഹോം നേഴ്സ് എന്നൊക്കെ ആഡംബരത്തിന് വിളിക്കാം, അത്രേ ഉള്ളൂ. അവൾ ആരോടെന്നില്ലാതെ പിറുപിടുത്ത് ബാഗ് തോളിലേക്കിട്ടു പതിയെ ഇറങ്ങി നടന്നു. അവൾ കണ്ണിൽ നിന്നും മായുന്നത് വരെ അവൻ അങ്ങനെ നോക്കി നിന്നുപോയി. ദീർഘമായി ഒന്ന് നിശ്വസിച്ച് അമീർ കണ്ണുകൾ വെട്ടിക്കുമ്പോഴും ഉള്ളിൽ അവളായിരുന്നു. ഒരു കനൽപ്പൂവ് പോലെ അവൾ അമീറിൻ്റെ ഉള്ളിൽ കിടന്ന് പൊരിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.